സ്കൂൾ തുറക്കുവാണ്. രാവിലെ എണീറ്റു. നാരായണിക്കൊക്കെ എക്സാമാണ് 2 ദിവസം കഴിയുമ്പോൾ. എണീറ്റില്ല, ഏറുമടത്തിന്ന്. എത്ര മണിക്കാണ് ബസ്? ചില്ലറയായിട്ട് പൈസയേ 500 രൂപ എൻ്റെ ആയിട്ടിരിക്കുന്നത്. അത് ചില്ലറയില്ല, രാവിലെ വണ്ടിക്കൂലി കൊടുക്കണേ. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും തരാം. അടുത്ത വണ്ടിക്കൊന്നും ചില്ലറയാണ്. ഇതേക്കണം ചായ ചില്ലറയോ നോക്കട്ടെ. സുന്ദരിമണിയേ, സ്കൂളിൽ പോവണ്ടേ സുന്ദരി? ആട്ടെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചാടി എണീക്കുന്ന പാർട്ടിയാ സുന്ദരൻ. ആ അത് കേട്ട്. നമ്മുടെ സുന്ദരി എണീക്കുവോ? നമ്മുടെ പൊന്നെ എവിടെ നിന്ന് ഒട്ടും എണീക്കോ? ഓ കുറച്ചും കൂടെ കിടന്നുറങ്ങും അല്ലേ? ഒരു 10 മിനിറ്റ് കൂടെ കിടന്നോട്ടെ പാവം. പിന്നെ ഓടിച്ചിട്ടൊന്നും കുളിപ്പിക്കത്തൊന്നുമില്ല, നന്നായിട്ട് കുളിപ്പിക്കുള്ളൂ. കൊച്ചിനെ വൃത്തിയായിട്ട് വേണം. ചുമ്മാ ഓടിച്ചിട്ട് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ തണുപ്പും വലിയ സംഭവമൊന്നും വലിയ ഇതൊന്നുമല്ല. ശ്യാമളമ്മയുടെ വിചാരം കൊച്ച് വെള്ളം അദ്ദേഹത്ത് നിന്ന് കൊച്ചിന് ബുദ്ധിമുട്ടാകും, പനി പിടിക്കും. അങ്ങനെ പണ്ട് നമ്മളങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അവിടെ ഈ മഴയത്തും വിട്ടിട്ടുണ്ട്, വെയിലത്തും വിട്ടിട്ടുണ്ട്. പിന്നെ പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളൊന്നും ചെയ്യിക്കാതിരുന്നാലല്ലേ പ്രശ്നം വരുന്നത്. ഇതൊന്നും ഇറങ്ങണമെന്ന് തോന്നില്ലല്ലോ. കറി വാച്ചേ കറി ഞങ്ങൾക്ക് എക്കറി കടിഞ്ഞാൽ കുടിച്ചോ? കഞ്ഞി കുടിക്കാൻ പോവാം. എന്നാൽ കൂടി പോയി. അത് പൊങ്ങിയോ? ഞാൻ നോക്കിയില്ല. ആ തുറന്നേ. വലിയ കുഴപ്പമില്ല, അതൊക്കെ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് അപ്പം അത്രയ്ക്ക് വലിയ സെറ്റാകാറുള്ള സാധനമല്ല. അവളോട് പറ, ഇതാണ്ട് അവിടെ കുത്തു കിട്ടേക്കുന്നു. അല്ലെങ്കിൽ അവളെ കുഞ്ഞു പേഴ്സ് എടുത്താൽ മതി എന്ന് പറ. ആ ഞാൻ ഇന്നലെ വന്നപ്പോഴുണ്ട്. ഈ ഗ്ലാസ്സിൽ നിന്ന് വല്ലതും പോയതായിരിക്കും. അത് പോയതായിരിക്കും. അല്ല എടുക്കാൻ പറഞ്ഞാൽ കിട്ടില്ലേ? നോക്കുന്ന കുളിച്ചില്ല, കാലൊക്കെ കഴുകിട്ട് പോകാൻ തോന്നുന്നു കേട്ടോ. ആണോ? കുളിച്ചാലും കാല് കഴുകും? അപ്പൊ കാല് കഴുകാതാണോ കുളിക്കുന്നത്? അയ്യോ, മധുരം ഇടല്ലേടി? പൂസാന്നാവുന്നത്, ആടുന്നുണ്ട്. നാരായണി പോകുന്നുണ്ടോ? നീ സ്കൂളിൽ പോകുന്നില്ലേ ഉള്ളപ്പം? അവള് വന്നിട്ട് ഇത് പഠിച്ചോളാന്ന് പറഞ്ഞു. ചേച്ചിയുടെ അപ്പുറമാണ് കേട്ടോ. അതെ,
ഇന്നലെ ഞാൻ കേട്ടാ നീ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞേ. ആ ഞാൻ ഇവിടെ വെച്ചാ ചോദിച്ചത് ദേവി ഇങ്ങോട്ട് നടന്നത്. ഞാൻ പിന്നെ ഒന്നുകൂടെ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളത്. കൊച്ചിനെ കൊണ്ട് വരുമ്പോൾ ഒന്നും പാലെടുക്കാൻ പറ്റത്തില്ല. അവളെ കൊണ്ട് വരുന്നത് തന്നെ ഒരു യുദ്ധമാണ്. അതിനിടയ്ക്ക് പാല് യുദ്ധം കൂടെ നടക്കില്ല. ആരാണെയാ പാലെടുക്കുന്നതെന്നും കണ്ടാലോ ഇവരൊക്കെ കാണണ്ടേ? ഞങ്ങളൊക്കെ കണ്ടില്ലേ? കുഴപ്പമൊന്നുമില്ല. പാല് മേടിക്കായിരുന്നുള്ളൂ. പിന്നെന്നാ കുഴപ്പം? ബ്രെഡ് ഓംപ്ലേറ്റോ? അതന്നെ ഈ ബ്രെഡ് ഓംപ്ലേറ്റ് കിട്ടി. രാവിലെ അപ്പം ഓട്ടക്കറിയും മതിയോ? ചായ ഇവിടെ ടി വി വെക്കണ്ടേ? ഓ വേണ്ട. ഓ വെക്കണ്ടെന്നോ? മോന് ഇഷ്ടമില്ലാത്ത അപ്പ വേണോ? ഇന്നലത്തെ ചായ അപ്പക്കില്ലേ? അപ്പം ഇച്ചിരി കുടിച്ചിട്ട് തരും. അപ്പക്ക് പിടിക്കും. ജയമയുടെ വേഗം കുടിച്ചു. ഇല്ലടാ ഞാൻ കുടിച്ചില്ലടാ. ഒന്നും കുടിച്ചില്ല. അമ്മ കുളിക്കണോ? പിന്നെ കുളിക്കണ്ടേ? കുളിക്കണ്ട. കുളിക്കണ്ടേ? ഇത് പറയാനാണോ നീ വീഡിയോ എടുക്കാൻ പറഞ്ഞത്? പോയി കുളിക്കടി. തന്നെ പോകാനോ? അങ്ങോട്ട് സ്കൂളിലോട്ട് തന്നെ പോകാനോ? തന്നെ പോകാൻ വഴിയൊക്കെ അറിയാവോ? ചേട്ടാ മറ്റേ സ്കൂൾ ഫീസേ? സ്കൂൾ ഫീസ് അല്ല, ബസ് ഫീസ്. മനസ്സിലായാൽ മതിയല്ലോ. ഇതല്ല പ്രത്യേക തരം. 10 ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ സ്വഭാവം അറിയോ? അതെങ്ങനെയാ കണ്ണ നിറച്ചേ? പൗറിരിക്കുന്നു. പൗരൊക്കെ ശരി കൂട്ടേ അവിടെ നിൽക്കുന്ന. എന്നാ ശരി ഒന്ന് പോന്നൊന്ന് കാണട്ടെ. ആ എന്തിനു വഴക്കുണ്ടാക്കുന്നേ? ആ തന്നെ അങ്ങനെ പോകണ്ട. വാ വാ പതിയെ ചാട്. ഉമ്മ വന്നില്ലല്ലോ അമ്മയ്ക്ക്. സമയം പോയി. ചെയ്തോട്ടെ. വൈകുന്നേരം വരുമ്പോൾ ഉണ്ടോന്നറിയാലോ. ഇക്കിളെടുക്കുന്നല്ല. ഇക്കിള് അവള് മനഃപൂർവ്വം ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സമയത്ത് ഓരോന്നാ. എന്താ ചെയ്യാനൊക്കെ? ഇത് പോടാറക്കാണ്. നമുക്ക് എന്താ നിന്റെ പ്രശ്നം എന്നാ? എൻ്റെ പണി കഴിക്കട്ടെ. പണി കഴിക്കട്ടെ. മറ്റേ കൊളക്കോഴിയോ? സമയം പോയി പെട്ടെന്നോ? ഇല്ല അവിടെ പോയി കടയിൽ പോയി. ഉണ്ട്. വീട്ടിൽ പോയി. വീട്ടിലുണ്ട്.
ആരാ എന്താ ഉണ്ടാക്കിയേ? കുഞ്ഞിനെ കണ്ടിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കിയേ? അപ്പം കറിനാ? കടല കുഞ്ഞിനെ കണ്ട് ഒത്തിരി ദിവസം ഗുവാവൊക്കെ മാറിയോടാ? മാറിയോ? മാറിയോ? എന്താ ഉണ്ടാക്കിയേ? അപ്പം കറിനാ? കടല പനി എന്നാ കഴിച്ചേ? ചോറ്. അല്ല ഇവിടെയും അപ്പ ആണോ? മതിയോ? മതി. പിന്നെ പനിയായിരുന്നു ചേച്ചി പറഞ്ഞു പനിയാന്ന്. പോട്ടാ നാളെ കാണാവേ. അപ്പേ ഈ ബസ്സുണ്ടല്ലോ. ഇന്ന് വീണ്ടും യുദ്ധം തുടങ്ങുക. നാരായണി പോകാൻ വേണ്ടി വലിയ യുദ്ധമൊന്നുമില്ല. അവളെ കൊണ്ട് പണ്ടും വലിയ യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാന്ന് വെച്ചാൽ അവൾ ശാന്ത ലൈറ്റ് ഓഫാക്കി ഇറങ്ങി കമൻറ്റ് കൂടി വന്ന അവൾ വളരെയധികം ശാന്തമായ സ്വഭാവമുള്ളവളായിരുന്നു പണ്ടും. ഇപ്പോഴും പേട്ടയ്ക്ക് അങ്ങോട്ട് ദേഷ്യമൊക്കെ വന്നാൽ കണക്കാം. എന്നാലും ആരെ ദേഷ്യമില്ലാത്തവരെ. പക്ഷെ ഇപ്പം ഇവള് എന്നാടാ നീയാണോടാ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നേ? ഇന്നലെയും പോയല്ലോ. രണ്ടാമല്ല ഏതാണ് എപ്പോഴും പോക്കോട് പോക്ക്. ശ്യാമളമ്മയും നാരായണിയും കൂടെ അമ്പലത്തിലോട്ട് പോയേക്കുക. നമ്മളെ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രം അത് അവിടെ പറഞ്ഞത്. ശ്യാമളമ്മയൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ചിറ്റടിയിൽ നിന്ന് അങ്ങോട്ട് വേറൊരു വഴി കയറി പോകണം. കാക്കമ്മയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അന്ന് കാക്കമ്മയെ ഒരു മരിച്ചിട്ടൊരു വർഷത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് ചെന്നിട്ടില്ല. ചെന്ന ഒരു വഴിപാടൊക്കെ കൊടുക്കണം. അമ്മയുടെ ഒരു ഇതല്ലേ. അപ്പം താമസിച്ചു. അപ്പം അമ്മ പോയേക്കുവാ. അവരമ്മയും മോളും കൂടെ പോയേക്കുവാ. ചെറുമല ശ്രീ പശ്ചിമ ക്ഷേത്രം. ആണോ? എവിടെ പോയി? ആര് എവിടെ പോയ ആര് എന്നെ പറഞ്ഞേ? ആര്? പിന്നെ അവര് ബസ്സിനാ പോയെ. ബസ്സിന് ആ മുണ്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നീല ബസ്സിന്. ആ ബ്ലൂ. മതിയോ? അല്ല വെയില്. അയ്യോ അമ്പളിച്ചായ വിളിക്കാം. ഓണമൊക്കെ അല്ലേ തിരക്കായിരിക്കും. ഓണമൊക്കെ ഇപ്പൊ ഫ്രീ ആയി കാണും. നമുക്ക് വിളിക്കാം. ഒന്നും വിളിക്കുന്നില്ല. പോയാൽ നേരമില്ലാത്ത വിളിക്കുന്നു. വരും ബസ്സിൽ വരും. ഇവിടെ ഇത്രയും ദിവസം പോകാമെന്ന് പറയുമ്പോൾ അമ്മ പറയാം നിൽക്ക് ഞാൻ വരട്ടെ പോകാമെന്ന്. ഇപ്പോൾ ഞാൻ കൊച്ചു സ്കൂളിൽ പോകുന്ന സമയത്ത് പോയി. ഞങ്ങളും പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ അപ്പം കടലക്കറിയും എവിടെ പോവാ? കൂട്ടിട്ടൊന്നിട്ടില്ലേ? ഉണ്ട്. ഞാൻ സ്കൂളിൽ പോവാണേ. ശരി മതിയോ? അപ്പേ ചേട്ടാ ഇത് അമ്മ. ഇത് ആർക്കല്ലേ വാ? ആർക്കല്ലേ വാന്ന് അമ്മയുടെ മതിയോ? മതിയോ? മതി. പട്ടി ഡോഗ് എനിക്കറിയത്തില്ല. നിൽക്കണേ അവിടെ. നമുക്ക് നിൽക്കാനൊന്നും വയ്യേ. അമ്പലത്തിലെ പാട്ടാണോ?
അമ്പലത്തിലെ പാട്ടാണ്. അല്ല ഏതാ അപ്പ ഏതാ അമ്പലം? എളുപ്പേ ഇതെന്താ ഉണ്ടാക്കിയേ? ഇതെന്താ ഉണ്ടാക്കിയേ? ഒന്നും ഉണ്ടാക്കിയിരുന്നു. ഇവിടെ അപ്പം ഒന്നും ഉണ്ടാക്കിയിരുന്നു. അനിച്ച് ആരാന്നേ? ആരാ അത്? ജനീറ്റ. ആ പണ്ടേ പോയ പോണോ? അവിടെ ഒന്നും പോകണോ? ഇവിടെയാണ് ബസ് വരുന്നത്. അവിടെ പോയാൽ ഇന്ന് അങ്ങനെ ബസ് വരുന്നത്. സ്കൂളിൽ പോകണ്ടേ? വേണ്ട. വണ്ടി പോകുന്നുണ്ടോ? അതിൻ്റെ ഫുണ്ടിൽ പോയി വരുന്ന ഇടിച്ച് വണ്ടി തെറിപ്പിക്കുന്നില്ല. അത് വരുന്നത്. അയ്യോ പൈസ എടുത്തില്ല. പൈസ വണ്ടിക്കൂലി കൂടെ തരാവേ. ഒരു വണ്ടിക്കൂലി തരാവേ. അത് നോക്കിയാലോ. ഇന്നത്തെ വീഡിയോക്കകത്താണ് ഒരു പയ്യൻ അമൽജ്യോതി കോളേജ് കൂവപ്പള്ളി, അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടുത്തെ ഒരു പയ്യൻ വന്ന് ശാംഭവിയെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അങ്ങനെ അവളെ പഠിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പം ആ കുട്ടി വന്നിട്ട് ഇവളുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഇവളെന്താണെന്ന് ദൂരം നോക്കിയാൽ അവനെ കണ്ടു കഴിയുമ്പോൾ ഇവൾ കാണിക്കുന്ന പരിപാടി വേറെ ആയിരിക്കും. ഇവൾ ചെയ്യുന്നത് അവൻ വന്നു കഴിയുമ്പോൾ എന്നെ അടിക്കുകയൊക്കെ ചെയ്തേ പെട്ടെന്ന്. അവളങ്ങനെ അടിക്കുന്നതല്ല എന്നെ. പക്ഷേ എന്തൊക്കെയോ ഇവിടെ നമ്മൾ നോർമലി അവൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടല്ലോ, അവളെ നമ്മൾ കാണുമ്പോൾ അവൾ എന്താണോ അതല്ല, അവൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണിക്കും. അപ്പം അത് വെച്ചിട്ട് നോക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ അവൾ അതല്ല ആൾ. ഒരു പക്ഷേ ഇപ്പം നമ്മുടെ അടുത്ത് വന്നിങ്ങനെ ഞാൻ പറഞ്ഞു ഒരു ഞങ്ങളുടെ വീഡിയോ നോക്കുവാണെങ്കിൽ പിന്നെയും അവൾ ഒറിജിനൽ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ആ പുള്ളിക്കറിയാം. അപ്പം അതിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മളുമായിട്ടുള്ള ആ ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരാൾ വരുമ്പോൾ അവളുടെ സ്വഭാവം ഇച്ചിരി സ്വഭാവം വേറെയാണ്. അത് നമ്മുടെ അടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള സംഭവം അല്ല അവൾ. അപ്പം അങ്ങനെ നോക്കാൻ തുടങ്ങി, അങ്ങനെ സ്റ്റഡി ചെയ്യാണെങ്കിൽ അവളെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞായിരുന്നു ആ കുട്ടിയോട്, ഇങ്ങനല്ല അവൾ ചെയ്യുമ്പോൾ ഇച്ചിരി അവൾ വയലൻ്റായിട്ട് കാണിക്കുന്നു. വെച്ചാൽ കുറച്ച് കുസൃതി കൂടുതൽ കാണിക്കുന്നു, ഒരുമാതിരി നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുന്നു, അവൾ എന്തൊക്കെയോ ആണ്. പക്ഷേ അങ്ങനെ പോയി കഴിയുമ്പോൾ ആ ഒരു വ്യക്തി അതാരാണേലും കയറി വന്ന് പോയി കഴിയുമ്പോൾ അവൾ ഓക്കെ, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല, പഴയ വഴിയാവും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ മാറി നിന്ന് പമ്മയൊന്ന് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കകത്ത് കാണുന്ന അതാണ് അവൾ. പിന്നെ ചിലപ്പോൾ സ്കൂളിൽ പോയി കാണിക്കുന്ന ആൾ സ്കൂളിൽ ചെയ്യുന്ന സ്വഭാവം അല്ല വീട്ടിൽ. അവിടെ ശാംഭവിയെ പഠിക്കാനായിട്ട് അമ്മയായി എനിക്ക് പോലും പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം ഇവള് ഓരോ സ്ഥലത്തും ഓരോരോ ഇതാണ് കാണിക്കുന്നത്. വെളിയിറങ്ങി ഭയങ്കര വയലൻ്റായിരിക്കും. വെളിയിലിറങ്ങി പറഞ്ഞാൽ ചുമ്മാ ഓട്ടവും ഭയങ്കര വെളിയിറങ്ങുമ്പോൾ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ എന്നെ ഓടി വന്നിട്ട് ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ എന്തോ ചിലപ്പോൾ അവൾ ഓടുമ്പോഴേക്കും നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ടാവാം അങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. പക്ഷെ വീട്ടിൽ ഇരുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർമാർ ചോദിക്കാറുണ്ട് ഇവളെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു മറുപടി പറയാൻ പറ്റുന്നത് ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഇവിടെ ഇങ്ങനെ ഇപ്പം ഡോക്ടർമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കും, ഭയങ്കര ഇത് കാണിക്കും, ഒരുമാതിരി വയ്യാഴിക കൂടുതലുള്ള പോലെ തോന്നും. നമുക്ക് ഇവക്ക് പ്രശ്നങ്ങൾ കൂടുതലുള്ള പോലെ തോന്നും. അത് വെച്ചിട്ട് ഇവളെ വിലയിരുത്താനും പറ്റില്ല. കാരണം ഇവൾ വീട്ടിൽ അങ്ങനെ അല്ല. എന്നാൽ വെളിയിൽ പോകുമ്പോഴും വേറെ ഇത്. അതുകൊണ്ട് പക്ഷേ വന്ന പയ്യനൊന്നും നടന്നില്ല. കാരണം അവനെ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും
ഇത് കുറച്ചൊക്കെ എന്തൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ അതാണ് ശാമ്പവി, ഇത്ര തന്നെ അല്ല സിംബ അല്ലേടാ. അഴിച്ചു വിടാനിട്ട് രാവിലെ അഴിച്ചു വിട്ടു അവനെ. അപ്പം അവന് ഊട്ടി അടുക്കളയിലോട്ട് വന്നു. സമയം എത്രയോ, ഞാൻ കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. 7:55 ആയതേ ഉള്ളൂ. കുറേ മണിക്കൂറായല്ലേ വെളിയിൽ നിൽക്കുന്നു. കുടുംബത്ത് കയറത്തില്ലേ? ആണല്ലേ. എന്നാ വീണിതല്ലോ കിടക്കുന്ന മൊട്ടത്തലയൻ. അത് പാവം പിടിച്ച വീട്ടിൽ ഇതൊന്നുമില്ല മറന്നുറങ്ങാൻ. അയ്യോ അയ്യോ വിശന്നും എടുത്തുന്നു. ഓ അതിപ്പോഴാണ് കാണുന്നത്. ഇന്നലെ എങ്ങാണ്ട് ഇട്ട സാധനമാണല്ലോ. പോയി കിടന്നുറങ്ങിക്കപ്പോ ചെല്ല് ചെല്ല്. അവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ പോയി കിടന്നുറങ്ങാൻ പറയുമായിരുന്നു. പോയി കണ്ടോ ദേവിയെ? ചെറുമലമ്മേ എന്നെ ചോദിച്ചോ? എന്നെ ചോദിച്ചില്ല. ഞാനല്ലേ? ഞങ്ങളെ ഫാമിലി അങ്ങനെയാണ്. ഇവിടെ നിന്ന് എത്ര 6 മണിക്ക് 6:10 പോയതല്ലേ? എത്ര 6 9:30 എപ്പോൾ വന്നു. ഇവർക്ക് യൂണിഫോം ഇട്ടിട്ട് ഇവിടെ പോകുന്നതിന് മുന്നേ അപ്പഴത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളായിരുന്നു ഈ പോകാൻ നോക്കാൻ പറയാം ആദ്യം. ഹരിയണമെന്ന് ഇതുള്ള ദശയുള്ള മീനില്ലേ? വച്ച അത് എടുത്തിട്ട് പോണേ എന്ന് വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഒരു ഡിഷ് വെച്ച് കൊടുത്തിട്ടുള്ള പണ്ട് കുറെ കാലമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് വലിയ ബോക്സിന് മാറാൻ വേണ്ടി വന്നതാ. ആണോ? കാരപ്പള്ളി കൊള്ളാം. നമ്മുടെ കൊച്ചിന് വേണ്ട അപ്പുറത്ത് നേരത്തെ വീഡിയോ കാണുന്ന നേരത്തെ കണ്ടോണ്ടിരുന്നേ. ഇപ്പം കുറച്ച് കാണുന്നില്ല. അപ്പൊ ശാമ്പൂക്ക് മുട്ടായി ഒക്കെ ആയിട്ടാണ്. ആണോ? അവൾ പറയാ പരിചയപ്പെടുത്തണോ നീ എന്നെ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോ ഞാൻ ഓർത്ത് ആരാണ്ട് ഞാൻ ഓർത്ത് എന്നാന്നറിയോ ഇപ്പൊ ഒത്തിരി പേര് മറ്റേ റിമോട്ടിന് വേണ്ടി മറ്റേ അഡാപ്റ്ററിന് വേണ്ടിയൊക്കെ വരുന്നു. അങ്ങനെ വന്നാന്ന് ഓർത്തേ. അന്ന് അത് ആരാണെന്നൊന്ന് കേറി ഇരിക്കുവോ?
3-4 പിടിയൊക്കെയായി ഇപ്പൊ ഈ ഇല. അതിനെ കമന്റ് ഞാൻ നോക്കുമ്പോൾ കൊച്ചുള്ളതുകൊണ്ടാണോ? ആ എന്നാ ആർക്കറിയാം. ഒന്നാ അവിടെ ഇരി. കമന്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ ഓഫാകുന്നത്. പരിചയപ്പെടുത്താനും കൊണ്ട് സാറിന് ഞങ്ങളെ പരിചയപ്പെടുന്നു ചേട്ടാ. ഇത് പരിചയപ്പെടുത്താനും കൊണ്ട് ഞാൻ വിചാരിച്ച വേറെ ആരോണ്ടായിരിക്കും എന്നോർത്ത്. അതാ പറഞ്ഞ പകൽ കിടന്ന് ഉറങ്ങരുതെന്ന്. ഈ ഇങ്ങനെ ആന ഉറങ്ങിയില്ലേ ഇന്നലെ? ആദ്യം ആ ബ്രഷ് എടുത്ത് കഴുക്. പേസ്റ്റ് ഇരിക്കുന്നുണ്ട്. പല്ല് വെച്ചോണ്ടിരിക്കുമ്പോ ഒന്നും പല്ല് വെച്ച് ബ്രഷ് എന്നാ കഴുകിയിട്ട് പോകണ്ടേ? ബ്രഷ് ഡാർക്ക് ചോക്ലേറ്റ് ഷാമ്പൂയ്ക്ക് കൊണ്ട് കൊടുത്താ കുറച്ച് മുമ്പ് വന്നേ മാമൻ. ഷാമ്പൂയുടെ മാമൻ. ഷാമ്പൂയ്ക്കെല്ലാം മാമന്മാരാണല്ലോ ഇപ്പം. ഓരോ ഏജ് വെച്ചിട്ടാണ് അവള്. അതായത് ഇച്ചിരി പ്രായം കുറഞ്ഞ ഒരു മാമൻ, ഇച്ചിരി ഉള്ളൊരു അങ്കിള്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ശ്യാമള അമ്മൂമ്മയല്ലേ? അല്ല അമ്മൂമ്മയല്ല, മുത്തശ്ശിയാ. അല്ല വല്യമ്മയാ. മുത്തശ്ശി കാക്കമ്മയാ. അല്ല നിനക്കൊരു മുത്തശ്ശി ഉണ്ടല്ലോ, ഓണമായിട്ട് അതിനെ കൊണ്ട് കാണാനൊന്നും പോയില്ലേ? ഇല്ലേ? അങ്ങനെ പോഞ്ഞേ നിൽക്കുന്ന സ്ഥലം ശരിയല്ല. അവർ വഴിയുണ്ട്, വണ്ടി ഓടിക്കാൻ രാവിലെ പോവില്ലേ? അപ്പോൾ പോകണം. അതിന്റെ ആവശ്യമില്ല എനിക്ക്. എവിടെ എങ്ങോട്ട്? ഒഴുക്കും ഞാൻ നോക്കിയാൽ എല്ലാം ഉണ്ടാകും. അല്ല ഇതിനകത്ത് ഒത്തിരി എരിയ ഉണ്ടെന്ന്. അതിനെ പിടിച്ചോട്ടെ, അത് കുഴപ്പമില്ല. അവന് പേടിയില്ലല്ലോ. കഴിച്ചോടാ, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. നമ്മുടെ കോഴീനെ ഒന്നും പിടിച്ചേക്കില്ല കേട്ടോ. എലിയൊന്നും നമുക്ക് വിഷയമില്ല, നീ എടുത്തു. അതൊക്കെ നിനക്കൊള്ളാം. ഡിസ്റ്റർബൊന്നുമല്ല, അവൻ തിന്നോട്ടെ, നമ്മളൊന്നും ചെയ്യുന്നില്ല. പട്ടി കിടന്ന് കുറേ നേരമായിട്ട് കുരയായിരുന്നു അല്ലേ? ഇവിടെ കമ്പൊക്കെ തിന്നാതെ. ആ പാലാണ്. കഴിച്ചോ, തൊട്ടിക്കോ തൊട്ടിക്കോ. നീ നിന്റെ ഫുഡ് കഴിക്കുന്നതിന് നമ്മളിപ്പോൾ എന്നാ ചെയ്യാൻ? ഇറങ്ങി പോകുന്നുണ്ടോ എലി വയറ്റിനകത്തോട്ട്? ആ ഞാനും അതെ, കുറുക്കനാണ് കേട്ടോ. ഞാൻ കുറച്ച് പകലാണ് കുറുക്കൻ. അപ്പോൾ അതിനകത്ത് വരുന്നത് ഇതിനകത്ത് നല്ല തീറ്റ കിട്ടുന്നു. അതിനകത്ത് എലിയുണ്ട് ഇഷ്ടം പോലെ. നിങ്ങളില്ലേ? അത് വെള്ളത്തില്ല. അതിൻ്റെ ഇടയിലുണ്ട് അവിടെ. അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോയി. മൂർക്കം പാവാടി.
പാമ്പ് പിടിച്ച പാമ്പ്. അയ്യോ മുറ്റി നടി ഡീസൻ്റ് ആണ്. ഇനി വാ. ഇങ്ങോട്ടൊക്കെ വരും. അത് എപ്പോഴും കാണുന്നു. നമ്മളങ്ങനെ ശല്യം നമ്മുടെ ഒച്ച അനക്കമൊക്കെ ഉള്ളപ്പോൾ ഒന്നും വരിക. നമ്മളിപ്പോൾ എത്ര നേരമായിട്ടാണ് ഇവിടെ അകത്തായിരുന്നു. അവനുണ്ടല്ലോ അങ്ങോട്ട് നോക്കി തന്നെ ഭയങ്കര പോരായിരുന്നു. ആ ഭയങ്കര ഒരു അകലല്ലേ കുറച്ച്. അങ്ങോട്ട് നോക്കിയാ കുറച്ച്. ഞാൻ എങ്ങോട്ടാ നോക്കിയാ നോക്കി. എന്നാടാ നീ എങ്ങനെ കണ്ടുപിടിച്ചടാ ഇതിനെയൊക്കെ? അവൻ എന്നാന്നറിയോ, എലിയായിരുന്നോണ്ടേ. എലിയുടെ മണം. അത് പക്ഷേ എലി ഇച്ചിരി ഈച്ചയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പഴയ എലിയാണോ? അത്രയും പെട്ടെന്ന് ഈച്ച പിടിക്കുമോ ഒരു എലിയെ പിടിച്ച് കഴിയുമ്പോൾ? ചത്തു കിടന്നായിരിക്കും. ആയൊക്കെ ചാകുന്നേ. നീ കുറച്ചുകൊണ്ട് മാത്രം പിടികിട്ടിയതാ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന്. അവിടുത്തെ കോഴിയുടെ അടുത്ത് വന്നാന്ന് ഓർക്കണം. ഞാൻ ഇവിടെ വരാൻ ഞാനറിയാം. പാമ്പാന്ന് എനിക്കറിയാം. പേടി എനിക്കറിയില്ലല്ലോ. പാമ്പ് കൊണ്ടേരാ പിന്നെ വേറെ എവിടെ എന്നാ വരാനാ? അല്ല കീരി. പേടിച്ചിട്ടാണോ നീ ഇവിടെ മുള്ളി ഇട്ടേ? നീ പേടിച്ച് മുള്ളി ഇട്ടോ? എന്തേരി ഇവന് കഴിച്ചുവിട്ടല്ലോ. ഇവനെ അഴിച്ചു വിട്ടാ വായിലിരിക്കുമ്പോഴായിരുന്നേ ഇവന് പോയി അതിനെ പിടിച്ച് തിന്നാം. അവന്റെ കുത്തും. ഇല്ല, വായിക്കാതെ വെളിയിരിക്കുമല്ലോ, പിന്നെ ഇങ്ങനെ കൊത്തും. കഴിച്ചു വിട്ടാൽ എങ്ങോട്ട് പോ നോക്കിയാലോ? വേണ്ട. ഇപ്പൊ പാമ്പിൻ്റെ അടുത്തോട്ട് പോയാൽ കീറി കിട്ടും. ഇനിയിപ്പോൾ അത് കൊത്തി തിന്നു കഴിഞ്ഞു. അപ്പോൾ അവൻ അവിടെ പോയി വിഴുങ്ങിയിട്ട് അവൻ പോയ പോക്കുണ്ടോ? എലി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നോ ഇതിനകത്തൂടെ ഉള്ളിലോട്ട് ഇങ്ങനെ? ആദ്യം കിടന്നത് പകുതി വെച്ചോണ്ടിരുന്നു. അത് കാണായിരുന്നു. പക്ഷി ഉണ്ടോ? അല്ല അവിടെ കിടന്ന കോഴിക്കുഞ്ഞ്. അതിനെ കൊണ്ടുപോകണേ വേണം. ഇതിനകത്ത് കയറ്റി വിട്ടാക്കാൻ. ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ഇവിടെ വന്ന് എന്തായാലും തിന്നെയല്ല, അവിടെ നിന്ന് അടിക്കും. ശാമ്പു ഇപ്പൊ ഇറങ്ങി നടക്കുന്നതിനകത്തോണ്ട് ഇതിനൊന്നും കാണുന്നില്ല. ശാമ്പു ഉണ്ടെങ്കിൽ ഇപ്പോൾ വരികയല്ലേ ഒച്ചയും വെള്ളം കാരണം. എടി അങ്ങനെ കിടക്കുകയായിരുന്നു മാര്. നമ്മളിപ്പോൾ കണ്ടോ, അത് തിന്നുകൊണ്ടിരുന്നോണ്ട് മാത്രം അനങ്ങാതെ കിടക്കണം. നമ്മൾ തിന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ ഒച്ച വിട്ട് വിട്ടുപോയാണ്ടോ നിൽക്കുകയല്ല, വിട്ടുപോയി. മഴ മറ്റേ തീറ്റ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ട് തിന്നാൻ വേണ്ടി. എന്ത് ഇതിന് കാലിനൊക്കെ എന്താ വിഷയമുണ്ട്? ഒരെണ്ണം മാത്രം. അതെവിടെയാണെന്നറിയാം, ആ പോത്തിന്റെ എവിടെ കണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നോക്ക. ഇതിലേക്കൂടെ ഇറങ്ങുവാണെങ്കിൽ അമ്മയ്ക്ക് കാലിയോട്ട കിട്ടും കേട്ടോ. അതാ പറഞ്ഞേ, ഇതിലേക്കൂടെ ഇറങ്ങുവാണെങ്കിൽ കാലിയോട്ട കിട്ടും. ഉണ്ടോ? പോയോടെ. പിന്നെ അവിടെ തന്നെ ഇരിക്കുവോ പാമ്പ്? അതൊന്നും ഇരിക്കത്തൊന്നുമില്ല മാതാജിയെ. എടുത്ത് തുറന്നേടി നാരാ. നിലത്തിട ഞാൻ ചെയ്തോളാം. ഞാൻ രാവിലെ എടുത്ത് അവിടെ വെച്ചായിരുന്നു. അത് ഷാമ്പൂക്കോട്ടൻ എവിടെ? ഏത് ക്ലിപ്പാ? അതെന്തേ? അമ്മയ്ക്കൊരു 3-4 ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നോക്കി പോകണം, മനസ്സിലായോ? ഈ ഒരു പറമ്പ് മാത്രം. പട്ടി പറിക്കുമ്പോൾ സെക്കൻഡ് നോക്കി പോണം. കണ്ടില്ലേ? കണ്ണാടി എടുത്തല്ലോ അല്ലേ? ഫോൺ എടുത്തോ? ഫോണ്, ചാർജർ എടുത്തോ? ചെറുത് മതി. ഫോൺ എടുക്കാതെ പോയേക്കുവാ കള്ളി. എടുത്തോളാം അമ്മ. ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട. എടുത്തോളാന്ന് അമ്മ. എടുത്തോളാം അമ്മ. അമ്മ അങ്ങോട്ടൊക്കെ പോകണ്ടാന്ന്. അമ്മയുടെ കാര്യം. അമ്മേ, ശമ്പളം വന്നെ ഇത് കമ്പൊക്കെ പറക്കിയിട്ട് പോയാൽ മതി. വാ, നാളെ പോവാം. KSRTC പോയാൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടുള്ള പാല ബസ് കാണുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ചെന്നല്ലേ പിള്ളേരായി. സമയം എത്രയെന്നറിയോ? 3 മണിയല്ലേ ഉള്ളൂ. ഓ, ഇപ്പൊ 3:30 ആയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരായിരിക്കും.
പിള്ളേരായിരിക്കും. പിള്ളേരാണെങ്കിൽ എൻ്റെ പൊന്നോ പാടായിരിക്കും. അമ്മ KSRTC പോവും. എന്നാടി വെച്ച ഉണ്ടെന്നേ. അയ്യോ ഒന്നും ചെയ്യാന്നില്ല. സമാധാനത്തോടെ ജയച്ചാച്ചനടാ. ഇത് ജയച്ചാച്ചനല്ലേ? എത്ര നാളായി കണ്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇരിക്കും. അതാളെ വരെയുള്ളൂ. അതാളെ വരില്ലുള്ളൂ. ആ കമ്പെടുക്കണം. ആ ഞാൻ എടുത്തോളാം. ചേച്ചാൻ്റെ ഡ്രസ്സ് എടുത്തായിരുന്നല്ലോ അല്ലേ? ചേച്ചാൻ്റെ ഡ്രസ്സ് എടുത്തായിരുന്നല്ലോ. എന്തായാലും എടുക്കാണ്ടോ ചേച്ചാൻ്റെ? എന്നാ തപ്പുന്നേ? ഇനി എനിക്ക് പോകാൻ വയ്യേ. നോക്കിയേ ഇനി ഞാൻ പോകത്തില്ല. ഹരണേക്കാം അവിടെ നിന്ന് തപ്പ്. ഇനി അമ്മയുടെ മോള് പോകും. ചാർജർ പിന്നെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു. ചാർജർ ഞാൻ രാവിലെ എടുത്ത് വെച്ചായിരുന്നു. ഇത് എന്നാ മതി സ്റ്റിക്കൊക്കെ മണ്ണിനകത്തോട്ട് കയറ്റി വെക്കുന്നു. ആ പിന്നല്ല എന്തോ ചെയ്യണം. അമ്മ ടെൻഷൻ ഇല്ലാതെ പതിയെ നോക്കൂ. ആ കുടയും കൂടെ അതിനകത്തോട്ട് കയറ്റി വെക്ക്. അല്ല അങ്ങോട്ട് വെക്ക്. പതിയെ നോക്കിയാൽ മതി. ഓ സിബൊന്നും കളയല്ല വലിച്ചു പറിച്ച്. വെപ്രാളമാണ് കണ്ടോ? ഞാൻ കണ്ടില്ല. എടി അതൊന്ന് എടുത്ത് നോക്കിയടി കുഞ്ഞേ. ഇതല്ലേ അല്ല ഒന്ന് എടുത്ത് കൊടുക്ക് അതിന്. ഇതിനകത്ത് കാണുന്നു. ഉണ്ട് ആദ്യം ഇത് അടച്ചിട്ടാണ് അടയ്ക്കാം. ഇടയിലോട്ട് കയറരുത്. കണ്ടോ? വലിച്ച് മേലോട്ട് വഴിക്കും. കണ്ട കണക്കാ. അതുകൊണ്ട് കാര്യമില്ല. ഇടയിലോട്ട് കയറിയതാ. ഇനി ഇടയിലോട്ട് കയറ്റി. എന്റെ പൊന്നമ്മ തന്നെ കേറുന്നതാ. ഇത് എന്നെ സമയത് ഇത് വലിച്ചു പറിക്കുന്നു ഭഗവാനെ. ഇതേ ഇങ്ങോട്ട് നോക്ക്. ആ ബെഡ്ഷോപ്പറിനകത്തോട്ട് ആ കൂടെ എന്നാ വെക്ക്. അതല്ല ഇരുന്നോളൂ കൂടി. അതെന്നാന്നറിയാ താത്തം കിട്ടാൻ മതി. അതിന് ഇടയിലോട്ട് കയറരുത്. ഇതെന്റെ അല്ലേ? അല്ല, അത് ഞാൻ ഇപ്പൊ എടുത്തോണ്ടോ. എടി അത് താത്ത് വെച്ചാൽ അങ്ങനെ വെക്ക്. അത് ഇരിക്കണ്ടേ? പൊങ്ങി വരുക. അത് തന്നെയല്ലേ എന്നാത്തിനത്? ഇപ്പോഴത്തെ ഏത് ബാഗ് അടയ്ക്കുന്ന ആൾക്കാര്? ബാഗൊന്നും ഇപ്പം അടയ്ക്കില്ല മാമ. അതതിനകത്ത് വെക്ക്. കുട്ടൂസ് വരുമ്പോൾ പറഞ്ഞേക്കാം. നാരായണിയല്ലേ ഉള്ളത്? നാരായണൻ്റെ ബുക്ക് ഞാൻ എടുത്തോളാം. നാരായണി ഈ വിറകും ആ വിറകും എടുത്ത് എന്നാ പിടിച്ചേ. ഈ വിറകും. അയ്യോ 10 കിലോയുടെ ടവൽ കൊച്ചിൻ്റെ ഉണ്ട്. എന്നെങ്കിൽ പിടിച്ചേ. ബുക്ക് ഞാൻ പിടിച്ചോളാം. അത് ഇതും കൂടെ പിടിക്കണം. അത് ചെടി പറ്റല്ലേ. ചില്ലറ ഉണ്ടായിരുന്നോ 10 രൂപ? ജയച്ചാന് വേണ്ട സാധനങ്ങൾ എന്നാന്ന് പറയണേ. വേറെ മേടിക്കല്ലേ? ഞാൻ മേടിച്ചു തരാം. വേറെ മേടിക്കല്ലേ സാധനങ്ങൾ, സോപ്പൊന്നും. എൻ്റെ അച്ഛനാണോ? സാരമില്ല. നമുക്ക് ഇച്ചിരി ഒച്ചയൊക്കെ വെക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇച്ചിരി കയറി ഇങ്ങോട്ട് താമസിക്കുന്നത്. പിന്നെ റോഡ് സൈഡിൽ പോയി താമസിച്ചാൽ പോരെ. ഓ കുട്ടിയെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഡാ ഇതിലൂടെ ആരെങ്കിലും പോയിട്ടാണ് അന്നേരം കുറച്ചോണം കേട്ടോ. നമ്മൾ ഓടി വരുവേ. നമുക്ക് എല്ലാം ഉണ്ടല്ലോ അതിനകത്തല്ലേ.
ആ വയ്യാത്തത് എന്ത് ചെടി കാണുന്നില്ലല്ലോ ഓടി അതിനകത്ത്. എങ്ങനെയാ 4 കാലുണ്ടോ? 4 കാലുള്ള അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇത് നമ്മൾ ഒടിച്ച് മടക്കയില ഒടിക്കും, ചെറുതാക്കിയിട്ട് നമ്മൾ തീ കത്തിക്കാൻ ഉപയോഗിക്കും. എന്നാ ബിസിനസ് സ്റ്റഡീസ് ഇതൊന്നും എനിക്ക് വേണ്ട. നമ്മൾ ചരിത്രം പഠിച്ച് ജീവിച്ചവരാ. ഇത് പിടിച്ചേ, എന്റെ പേനെന്തേ അതിനകത്തുണ്ട്. ഇല്ല ഉണ്ട് ഇതാണ്ട്. പിന്നെ എന്റെ പൊന്നു സിംബ, നീ മനുഷ്യനെ പഠിപ്പിക്കാതെ. ശ്യാമമ്മ പോയി. പുതിയ നൈറ്റ് എടുത്തോ? കട്ടുമണോ അല്ലേ? മാറ പോ. കാപ്പിപ്പൊടിയാണോ തേയിലപ്പൊടിയാണോ? രണ്ടുമുണ്ട്. കാപ്പിപ്പൊടി കിട്ടിയില്ല, അരിപ്പൊടിയും ഇല്ല. ഞാൻ പിന്നെ കുറച്ച് തേയിലപ്പൊടി എടുത്തു. അവിടെ കിടക്കും. ചെലവ് കൂടുന്ന ഇങ്ങനെ എത്ര സൗന്ദര്യം സംരക്ഷിക്കണം. നാള് കൂടിയാന്നറിയോ ഞാൻ തലവേദന ഇവിടെ വെക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ നീ അവിടെ നിൽക്കുക. ആ ഓക്കെ, ഇതൊരു സുഖം. ഇവിടം വരെ വന്നാൽ പോരെ? അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂർക്കനെ കാണണം. പിന്നെ വെറുതെ ഇല്ല വേണ്ട, എടുത്തോ, കൊണ്ടുപോയിക്കോ വേണേ. നാളെ വരുമല്ലോ. സുമോനെ എന്നാ ഇന്ന് എന്നാ സ്നേഹം സിംബയുടെ എല്ലാവർക്കും. മുറുക്കനെ കാണിച്ചു തന്നുണ്ട്. ശാംഭവിയും നാരായണിയാണല്ലോ പിന്നെ കണ്ടത്. ആ പരിപാടിയൊന്നുമില്ല, വീട്ടിലിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കണം. ഒരു കാർച്ച കിട്ടും. നല്ല കട്ടുമണം അവിടെ കേട്ടോ. എൻ്റെ പൊന്നോ, ഈ കട്ടുമണം വരുമ്പോൾ പാമ്പിൻ്റെ അല്ല എന്ന് പറയുന്നു. ബട്ട് അതെ, എൻ്റെ മദർജി വിളിക്കുന്നു. എടുക്കെടുക്കെടുക്ക്. ഉപ്പൻ ആണോ? ഇത് കിട്ടിയായിരുന്നോ? ബസ് കിട്ടിയായിരുന്നോ? ആ പിന്നെ എനിക്ക് അവിടെ നിന്ന് സീറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ കോട്ടയം ട്രാൻസ്പോർട്ടേ കയറി അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പോൾ ആളൊന്നും ഇപ്പോൾ ഇല്ല. ആളുണ്ട്, വാഴപ്പടി നല്ല ആളാണ്. വാഴപ്പടി നോയമ്പിന്റെയും ഇതിന്റെ എല്ലാത്തിന്റെയും. അയ്യോ, ഇന്നായിരുന്നോ? ആ ഞാൻ അവരെ പറഞ്ഞു കേട്ടില്ലേ? ഇല്ല, അമ്മ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അമ്പലത്തിൽ പോകണ്ട, അല്ലെങ്കിൽ നോയമ്പ തീരുന്ന ദിവസം ഒന്ന് പറഞ്ഞു കേട്ടില്ലേ? നീ ഇന്നലെ ആയാലും പോകാമായിരുന്നല്ലോ എന്നാ അല്ലേ? എൻ്റെ ഇവിടെ കോഴി കിടന്ന് കരഞ്ഞേ. ഈ കള്ള കട്ടുമണം വരുമ്പോൾ അത് പാമ്പിൻ്റെ അല്ല, പാമ്പിൻ്റെ മണമല്ലെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സംഭവത്തിനെ കാണുകയും ചെയ്തു. സത്യത്തിൽ അതിൻ്റെ ഇതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും അതെങ്ങനെയാണോ അല്ലേ എന്താണെന്നറിയത്തില്ല. പക്ഷേ കോഴി ഇവിടെ കിടന്ന് കാറിയപ്പോഴാണ് ഓടിയത്. ഇത് കൊണ്ട് കെത്തിയിടട്ടെ. കോഴി എന്തിനാ കാറുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞു കോഴി ഉള്ളപ്പം കീരിയും പാമ്പും. ഏത് ചുമന്ന കോഴി? മുട്ടയിടുന്ന കോഴിയോ? കുത. അപ്പൊ 2 ആയിരുന്നടി. എടുക്കണ്ട കട്ട് ചെയ്യണ്ട. ശേ, ഞങ്ങൾ റിംഗ് ടൂൺ ഒന്ന് സിം 2 ആയിരുന്നു എൻ്റെ. അപ്പോഴത് മാറ്റിയിട്ടായിരുന്നു ഇടയ്ക്ക്.
എന്നാ ഏമ്പക്കുട്ട ഇറങ്ങ ഏമ്പക്കുട്ടൊക്കെ ആ വിട്ടോ അപ്പ കഴിച്ചാ താത്താ ഇവിടെ നിന്നേ ഞാനൊരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞ അവിടെ നാട്ടിൽപ്പെടാന്ന് അപ്പോൾ അങ്ങോട്ട് കയറിയെന്നോ വിശക്കുന്നു ആ ഇപ്പോൾ പോവാം കഴിക്കാൻ തന്നെ കഴിക്കാൻ എന്നാ നോക്കാൻ പോയി ഞാൻ അവിടെ ഇരുന്നോട്ടെ വേണ്ട ഇരിക്കല്ല അവിടെ ചെളിയാ അവിടെ നിൽക്കി ഇപ്പോൾ വരും ഞാൻ ഓട്ടോ വന്നില്ലേ ഓട്ടോ നമ്മുടെ അല്ല വേറെയാ അവിടെ ഷെബിനിക്ക് ഷെബി എന്നൊക്കെയൊന്നുമില്ല നീ പോ കയറിപ്പോടി അത്രേ ഓസനത്തിനാ നീ പോ പറ കുഞ്ഞേ ഓസനത്തിനാ ചുമ്മാ എടുത്താടി ചെടിക്ക് വെള്ളമൊക്കെയാണോ അപ്പയാണോ അല്ല ലില്ലിപ്പൂ ആ മതിയോ ആ മതി നല്ല പൂ ആരാ അത് ആരാ പോ എന്നാ സൂര്യൻ ആ ആ ഇതെന്താ അതായത് അതിനാ ആ അത് കാടാ അവിടെ മറച്ചേക്കുന്നുണ്ടോ മുള്ളി വലിയിട്ട് പോകത്തില്ല പൊക്കോ നാരായണിയൊക്കെ ഉണ്ട് ശ്യാമളമ്മ ജയിച്ചാച്ചി എടുത്തു ജയിച്ചാച്ചി എടുത്ത് ശ്യാമളമ്മ സലാമുണ്ടോ എന്നാ സലാമുണ്ടോ ആ ആക്രി കിടന്ന് ഇല്ല വരുവോ വരുവോ നല്ല ദിവസമാണോ നല്ലതാന്ന് തോന്നുന്നു കുഴപ്പമൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ അയ്യ വല്ലപ്പോഴേ വരത്തുള്ളൂ ഇത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത വരുവോ വരുവോ അയ്യോ അമ്മയുടെ കൂടെ കൂട്ടാൻ അവിടെ ആദ്യത്തെ മനസ്സിലായി കേട്ടോ മറന്നുപോയില്ല ആദിത്യന് പിന്നെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കൊണ്ടുവന്നുണ്ട് ആദിക്കുട്ടൻ നീ പഠിക്കാൻ പോയതാണോ എല്ലാം പഠിച്ചോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ആദ്യത്തെ ഇവിടെ പേരെന്നാ കുഞ്ഞുവാവ എന്ത് ചെയ്യേ കുഞ്ഞുമാവ വീട്ടിലുള്ള ഈ കുഞ്ഞുവാവ പാട്ടൊക്കെ തക്കെ ആമി ആമി എന്ത് ചെയ്യേ ആമി ഇതേ നിൽക്കുന്നു ഈ കുഞ്ഞുവാവ കുഞ്ഞുമാവയുടെ വീട്ടിലുണ്ട് അതല്ല കുരുപ്പൊട്ട് നീ പാട്ടൊക്കെ പാടുന്നുണ്ടോ അതല്ല പിന്നെ എന്നതാ എന്തോ ആണോ അവന് കുഞ്ഞായിരുന്നപ്പോൾ എങ്ങാണ്ട് കണ്ടതാ അതാ ചോദിക്കുന്നത് ആണോ കുഞ്ഞായിരുന്നപ്പോഴാണോ കണ്ടേ അവന് ഓടി നടക്കും കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ട് ആദവ് ഓ ഒന്നുമില്ല വയറേറി വേറെ എവിടെയാണ്ടായി നമ്മുടെ അവിടെ ഒന്നുമില്ല മണമുണ്ട് ശരിയാ ചെല്ല് ചെല്ല് നടക്കങ്ങോട്ട് ഒറ്റണത്തിനെ കാണാനില്ല ഒന്ന് പോയേടി ഓ ആരുമില്ല ജയയില്ല നാരായണിയില്ല ഒരുത്തിയില്ല അവര് എന്തിനാറ് പോയി മതിയോ മതിയോ മതിയോ
വരുന്നില്ലേ? ആ ജയമ ഞങ്ങൾ കണ്ടില്ല. ജയമ കണ്ടില്ലല്ലോ. പേടിച്ചു പോലോ നോട്ടിട്ടാണ്. നിന്റെ ചേച്ചി പെണ്ണേ എന്റെ മോത്ത് എന്തൊക്കെയോ സാധനം ചേക്കുന്നുണ്ട്. നീ വെളുക്കോ വെളുത്ത് പാണ്ട. അതല്ല ഞാൻ അങ്ങോട്ട് വരാതെ ക്യാമറ ഇങ്ങോട്ട് വന്നു. നീ ആ ക്യാമറ കൊണ്ട് അടുത്തല്ലായിരുന്നോ? അപ്പൊ കുഴപ്പമില്ലായിരുന്നല്ലോ. അതെ നിന്റെ ചേച്ചി പെണ്ണ എന്റെ മോത്ത് ഇതൊക്കെ ചെയ്യുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അത് മറ്റേ ഇതൊക്കെ ഉള്ളു, മഞ്ഞപ്പൊടിയൊക്കെ. എന്നാലും ഉമ്മ വന്നേക്കും ഉമ്മ. ഇവനെ നേരത്തെ വന്നല്ലോ കുഞ്ഞ്. ഊരിട് ഊരിക്കാം. നല്ല മസാലല്ലേ? അവിടെ ഇരിക്കുന്നേ ഇല്ലെങ്കിൽ പകുതി വെളുത്തിരിക്കും. ഊരി തരാടി. ഊരി തന്നില്ലെങ്കിൽ ഇവിടെ വച്ചു മാതി കാണിച്ച് എന്നെ കാണിക്കാതെ എടീ ഇത് ഇവരവർക്കും ചാനൽ മാറിപ്പോയി. ആഫ്രിക്കൻ ചാനലിനകത്ത് കണ്ടു പോയ പോലെ ഇരിക്കുന്നു. ആഫ്രിക്കക്കാർക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ആഫ്രിക്കൻ ചാനലിലോട്ട് മാറി. ഇത് നമ്മുടെ ചാനലല്ല, വലിയ മോശമാണ്. കറുത്തല്ലല്ലോ ഇതിരിക്കുന്നത്. ആദിവാസികൾ ഈ ആഫ്രിക്കയിലാ കാട്ടുജാതിക്കാരെ. ആഫ്രിക്കയിലുള്ള ആദിവാസികൾ ഇങ്ങനെ ഒരു മുഖത്തൊക്കെ തച്ച് ഇങ്ങനെ നടക്കുന്നതാണ്. സിനിമയിലൊക്കെ കണ്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ട്. നല്ല ഷേപ്പ്, മുടിയുടെ എല്ലാം സെറ്റപ്പ് കറക്റ്റാ, ഡ്രസ്സ് എല്ലാം ഓക്കെ. കറക്റ്റല്ലേ? എൻ്റെ അമ്മൂ മനസ്സിലായി. എനിക്ക് പേടിയാ, പക്ഷെ പൊക്കോട്ടെ. എന്നാടി നിനക്ക് ഒരു മാമൻ കൊണ്ട് തന്ന കീറണ്ട, നീ എടുത്തു തരാം. എടുത്തു തരാം. ഫോണാണോ? സർപ്രൈസ് ഫോണാണോ? എന്നാ ചോക്ലേറ്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഫോണാണോ?